അമേരിക്കൻ വിസ ലഭിച്ചതിൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തതിൽ ചില സുഹൃത്തുക്കൾ തെറ്റിദ്ധരിച്ചിരുന്നു. അതിനൊരു ക്ലാരിറ്റി ആയിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ വന്നത്. ശരിക്കും എന്തൊരു തൗഫീഖ് റബ്ബിന്ന് കിട്ടുകയാണെങ്കിലും ഞാൻ അൽഹംദുലില്ലാ പറഞ്ഞിട്ടാണ് ആ വീഡിയോ തുടങ്ങാറുള്ളത്. അൽഹംദുലില്ലാ പറഞ്ഞാണ് വീഡിയോ തുടങ്ങിയത്. ഞാൻ ശങ്കർ യൂറോപ്പിലേക്കുള്ള വിസ കിട്ടിയപ്പോഴും അൽഹംദുലില്ലാ ആയിരുന്നു വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഒരു യാത്രികൻ എന്നതിൽ ഒരുപാട് കാലത്ത് സ്വപ്നമായിരുന്നു ഈ ഒരു അമേരിക്കൻ വിസ എന്നുള്ളത്. ഒരുപാട് കാലം എഫേർട്ട് എടുത്തിട്ടാണ് ഇത് കിട്ടുന്നത്. താങ്കൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല താങ്കളെ ആൾക്കാർ എന്തുകൊണ്ടാണ് വിമർശിച്ചത് എന്നുള്ളത്. താങ്കൾ അൽഹംദുലില്ലാ പറഞ്ഞുകൊണ്ടോ താങ്കൾക്ക് അമേരിക്കൻ വിസ കിട്ടിയതുകൊണ്ടോ അല്ല പറഞ്ഞത്. നിങ്ങളത് കിട്ടിക്കഴിഞ്ഞപ്പോൾ താങ്കളുടെ മുഖത്തുണ്ടായ സന്തോഷവും ആഹ്ലാദവും താങ്കളുടെ വാക്കുകളിലുണ്ടായ ആ ആവേശമൊക്കെ ഇല്ലേ, അതാണ് പലരെയും വേദനപ്പെടുത്തിയതും സങ്കടപ്പെടുത്തിയതും. എന്തുകൊണ്ടാണ് അറിയാം, പല ആൾക്കാർക്കും വിസ കിട്ടുന്നുണ്ട്, പല ആൾക്കാരും പോകുന്നുണ്ട്. താങ്കൾക്ക് അവിടെ ബിസിനസ് പരമായിട്ട് പോകേണ്ടി വരും. താങ്കൾ വിസ അപ്ലൈ ചെയ്തതോ താങ്കൾക്ക് വിസ കിട്ടിയതോ ഒന്നും തെറ്റില്ല. താങ്കൾ എന്തോ ഒരു വലിയ കാര്യം ജീവിതത്തിൽ നേടിയ പോലെ തോന്നിപ്പോയി. താങ്കൾ ഇഷ്ടപ്പെടുന്നവർക്കാണ്, താങ്കളെ ഇഷ്ടപ്പെടുന്നവർക്ക്. അത് ബ്രാക്കറ്റിലിട്ട് വീണ്ടും പറയുന്നത് എന്താണ്, താങ്കളുടെ ഓരോ വാക്കുകളും താങ്കളുടെ ഓരോ പ്രവൃത്തികളും താങ്കൾ എടുക്കുന്ന നിലപാടുകളും താങ്കൾ എന്ത് ബിസിനസ്സിലാണെങ്കിലും താങ്കൾ പാലിക്കുന്ന മര്യാദകൾ ഉണ്ടായിരുന്നു. അതൊക്കെ പലർക്കും ഇഷ്ടമായിരുന്നു. താങ്കളുടെ ഓരോ പ്രവൃത്തിയും പലർക്കും ഇഷ്ടമായിരുന്നു. അവരിലേക്ക് അത് കേട്ടപ്പോൾ ഒരു ദുഃഖം ഉണ്ടായിട്ടുണ്ട്, സങ്കടം ഉണ്ടായിട്ടുണ്ട്, വേദന ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതാണ് അവർ നിങ്ങളോട് പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നത്. താങ്കളെ ഇഷ്ടപ്പെടുന്നവർ ഇപ്പോഴും ഉണ്ട്. താങ്കൾ എന്താ പറയുക, താങ്കളൊരു നല്ല രീതിയിലുള്ള, താങ്കൾക്ക് രണ്ട് മുഖമുണ്ടെന്ന് ഇപ്പോഴും ആൾക്കാർ കരുതുന്നില്ല. താങ്കൾ ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നതും കരുതുന്നില്ല. താങ്കൾ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള യാതൊരു സംശയവും ഇല്ല. പക്ഷെ താങ്കൾ പാലിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. താങ്കൾ കുറച്ചെങ്കിലും ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ടായിരുന്നു. താങ്കൾക്ക് പല രാജ്യങ്ങളിലും പോകേണ്ടി വരും, പല വിസയും അപ്ലൈ ചെയ്യേണ്ടി വരും, കിട്ടേണ്ടി വരും. അതൊക്കെ ശരിയാണ്, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം കൂടിയാണ് തന്നെയാണ്. പക്ഷെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അത് കിട്ടിക്കഴിഞ്ഞാലും താങ്കൾ എന്താ പറയുക, ഇത്ര ആഹ്ലാദിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യേണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതാണ് പലരിലും വിഷമം ഉണ്ടാക്കിയത് എന്ന് താങ്കളൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാതെ താങ്കൾക്ക് അത് കിട്ടിയോണ്ടോ താങ്കൾ അവിടെ പോകാനേ പാടില്ല എന്നോ അല്ലെങ്കിൽ താങ്കൾ അത് അപ്ലൈ ചെയ്യാൻ പാടില്ല എന്നൊന്നല്ല ആരും പറഞ്ഞത്. എല്ലാവർക്കും വേദന ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് സംശയമില്ലാത്തൊരു കാര്യമാണ്. ഇനിയെങ്കിലും അങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ ഓർക്കുക, നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർ കുറേ ഉണ്ട്. താങ്കളുടെ ഓരോ വാക്കുകളും സത്യമാണ്, താങ്കൾ പറയുന്നതൊക്കെ കൃത്യമായിട്ട് പഠിച്ചാണ് പറയുന്നത് എന്നുള്ള കരുതുന്ന പലരുണ്ട്. അപ്പോൾ നമുക്കൊക്കെ ഇഷ്ടമാണ് താങ്കളെ, അതുകൊണ്ട് മാത്രമാണ് പറയുന്നത്. ഇനിയെങ്കിലും ശ്രദ്ധിക്കുക ഓരോ വാക്കുകൾ പറയുമ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും. അസ്സലാമു അലൈക്കും.